പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSന്റെ +2 പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 21 ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 21ാമത്തെ ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കുക. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചുള്ളത്. ഈ 60% വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ഫസ്റ്റ് സെക്ഷൻ എയിൽ വരുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫോൾസ്, മാച്ച് ദ ഫോളോയിങ്സ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, ബ്രാക്കറ്റ് എന്ന് എടുത്ത് എഴുതാനുള്ളത്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ആൻസർ കിട്ടണേ ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിന്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് 21 21.1 21.2 21.3 എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ഇടയിലുള്ള ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ ആൻസർ ആ ചാപ്റ്ററിന്റെ അവസാനം തന്നെ ഉണ്ട്. അത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 2 വീഡിയോസ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ട്രൂ ഓർ ഫാൾസ് ആണ്. ഇനി അടുത്ത വീഡിയോയിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. ഏകദേശം ഒരു 10 ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. തന്നിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കാനാണ് പറയുന്നത്. ഫസ്റ്റ്, ദി ഗവൺമെന്റ് ക്യാൻ ഈസിലി അഫോർഡ് ടു ഇഗ്നോർ പബ്ലിക്. ഗവൺമെന്റ് ഈസി ആയിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇഗ്നോർ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാണ് പബ്ലിക് ഒപ്പീനിയൻ. അത് തെറ്റാണ്. രണ്ടാമത്, പബ്ലിക് ഒപ്പീനിയൻ കീപ്പ് എ ചെക്ക് ഓൺ ദി ആർബിട്രറി ആക്ട്. ഗവൺമെന്റിന്റെ ഒരു ആർബിട്രറി പ്രവർത്തന രീതിയിലാണ് പബ്ലിക് ഒപ്പീനിയൻ പോകുന്നത്. അത് ശരിയാണ്. 3, പബ്ലിക് ഒപ്പീനിയൻ ഹാസ് നോ ഇമ്പാക്ട് ഓൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്. പബ്ലിക് ഒപ്പീനിയൻ ഏതിനെ സ്വാധീനിക്കുന്നില്ല? പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടീസ്, അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കുന്നതിന് പബ്ലിക് ഒപ്പീനിയൻ സ്വാധീനിക്കുന്നില്ല. അത് തെറ്റാണ്. 4, ഇന്റർനാഷണൽ റിലേഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ. അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ പബ്ലിക് ഒപ്പീനിയൻ സ്വാധീനിക്കുന്നുണ്ട്. 4, അത് ശരിയാണ്. 5, ഫാമിലി ആൻഡ് ഹോംസ് ആർ ഇൻഫോർം ഏജൻസീസ് ഓർ ഇൻഫ്ലുവൻസ്. പബ്ലിക് ഒപ്പീനിയനെ സ്വാധീനിക്കുന്ന ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഏജൻസീസ് ആണ് ഫാമിലിയും ഹോം. അതും ശരിയാണ്. 6, പബ്ലിക് ഒപ്പീനിയൻ ഡസ് നോട്ട് റിഫ്ലക്ട് ഡൈവേഴ്സിറ്റി. പബ്ലിക് ഒപ്പീനിയൻ ഡസ് നോട്ട് റിഫ്ലക്ട് ഡൈവേഴ്സിറ്റി ആയിട്ടുള്ള ഒപ്പീനിയൻസ് അവിടെ പ്രകടിപ്പിക്കുന്നില്ല. അത് തെറ്റാണ്. 7, ദി അഡോൾസൻസ് ഡു നോട്ട് ഗെറ്റ് സ്വയഡ് ബൈ ദി ഒപ്പീനിയൻ ഓഫ് അതേഴ്സ് ആണ്. അതും തെറ്റാണ്. 8, ഒപ്പീനിയൻ പോൾ ഈസ് ദ ബാരോമീറ്റർ ടു ചെക്ക് ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് പബ്ലിക് ടുവേർഡ്സ് ദി ഗവൺമെന്റ്. അതും ശരിയാണ്. 9, ഇലക്ട്രോണിക് മീഡിയ ആക്ട് ആസ് എ മിറർ ഓഫ് സോഷ്യൽ. ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്നത് ഒരു മിററാണ് സോഷ്യൽ ലൈഫിന്റെ. അത് ശരിയാണ്. ലാസ്റ്റ്, പബ്ലിക് ഡസ് നോട്ട് ടേക്ക് ഇൻട്രസ്റ്റ് ഇൻ ലോക്കൽ ആൻഡ് നാഷണൽ. പബ്ലിക് എന്ത് ചെയ്യുന്നില്ല, താല്പര്യങ്ങൾ എടുക്കുന്നില്ല ലോക്കൽ ആൻഡ് നാഷണൽ അഫയേഴ്സ്. അത് തെറ്റായിട്ടാണ് വരുന്നത്. ഇത്രയാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ചോദിക്കുക. ഇനി നമ്മൾ ഇതിൽ വരുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അടുത്തൊരു വീഡിയോയിൽ അവതരിപ്പിക്കും. എല്ലാ ക്ലാസ്സിന്റെ വീഡിയോ ലഭിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയത്തിന്റെ മലയാളത്തിലെ ഗൈഡുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. നാട്ടിലുള്ളവർക്ക് ഗൾഫിലുള്ളവർക്കൊക്കെ അഡ്മിഷൻ എടുക്കാം. ഓൺലൈനായിട്ട് ആഴ്ചയിൽ 6 ദിവസത്തെ ക്ലാസ് നൽകുന്നത് നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത സമയങ്ങൾ നോക്കിയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്ന. എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ റെക്കോർഡ് എല്ലാം നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബോസ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ SSLC ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മൾ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.